ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഞാൻ പറയാതെ ദേശത്ത് മഞ്ഞോ മഴയോ ഉണ്ടാകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ ഭക്തൻ അത് നിമിത്തമായി ആകാശത്തെ അടച്ച് മഴയെ നിർത്തിക്കളഞ്ഞ് ദേശത്ത് വലിയ ക്ഷാമം നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ യഹോവയുടെ ദാസനായ ഏലിയാവ് വിളിച്ചു പറയുന്നു, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ദൈവശബ്ദം വിളിച്ചു പറഞ്ഞ ശേഷം കർമ്മേലിന്റെ മുകളിൽ കടന്നു ചെന്നിരുന്ന് മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവ് മഴയുടെ മുഴക്കം കേട്ടു. എന്നാൽ മഴമേഘങ്ങളെയോ കാണാൻ കഴിഞ്ഞില്ല. താൻ തൻ്റെ ബാല്യക്കാരനോട് കടലിന് നേരെ കടന്നു ചെല്ലുക, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. 1-ാം വട്ടം പോയി, 2-ാം വട്ടം പോയി, അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം കൈപ്പത്തി പോലെ ഒരു മേഘം കടലിൽ നിന്ന് പൊങ്ങി വരുന്നതായി കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഏറിയ കാലങ്ങളായി വഴിയടയപ്പെട്ടും മഴ തടയപ്പെട്ടും അനുഗ്രഹമില്ലാതെയും ഭൂമി നനയാതെയും ഭൂമിയിലൊന്നും മുളയ്ക്കാതെയും ജീവിതം ഒരു വരണ്ട നിലത്ത് എന്ന പോലെ കഴിഞ്ഞു പോകുന്നു. ഒരു വരണ്ട നിലം പോലെ നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതല്ല നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷ, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരപ്പെടുത്തുന്ന ഏതു മേഖലയും ഒരു വരണ്ട നിലം പോലെ പൊക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സമയം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ആകാശത്തു നിന്ന് മഴ പെയ്യുകയും ഭൂമി നനഞ്ഞ് ധാന്യം കൊണ്ട് നിറയുകയും ചെയ്യുവാൻ കാലമായി. ദൈവത്തെങ്കിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് ഏലിയാവ് വിളിച്ചു പറഞ്ഞു. ഭക്തൻ കർമ്മേലിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങി. അതേ, ദൈവം തൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മഴ, വലിയ ശക്തമായ മഴയുടെ അനുഭവം ഉണ്ടാക്കുവാനിടയായി തീർന്നു. രാവിലെ സമയം ഉണങ്ങി വരണ്ട ദേശത്ത് ആകാശത്തു നിന്ന് മഴ പെയ്ത് ഭൂമിയുടെ എല്ലാ ഇടങ്ങളും നനഞ്ഞ് പുൽപ്പുറങ്ങൾ നിറയാൻ പോകുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറയാൻ പോകുന്നു. ഭൂമി ധാന്യം കൊണ്ട് നിറയാൻ പോകുന്നു. ഒരു വലിയ അനുഗ്രഹത്തിന്റെ അനുഭവം ഇതാ വരുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ആമേൻ.